ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ ഇവിടെ പറയാണ് കോൺഗ്രസ് ആണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന വലിയ വാദം മുന്നോട്ട് വെക്കുകയാണ്. അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, KC വേണുഗോപാൽ നിലവിൽ രാജ്യസഭ MP ആണ്, 2.5 വർഷമേ ആയിട്ടുള്ളൂ. ഈ KC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി വ്യക്തമാക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, നമുക്കറിയാം BJPക്ക് 4 സീറ്റ് കൂടി രാജ്യസഭക്ക് കിട്ടിയാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടും. അങ്ങനെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ വേണ്ടി BJPക്ക് സാധിക്കും. പിന്നെ എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് കോൺഗ്രസ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വ്യക്തമാക്കണം. ഇത് സഹിഷ്ണുത എന്ന് പറയുന്നത് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സഹിഷ്ണുതയോടുകൂടി രാഷ്ട്രീയം കേൾക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള മനസ്സാദ്യം വേണം. ആ സഹിഷ്ണുതയില്ലായ്മയാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ശരത് ലാലിനെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ഷുഹൈബിനെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ജയൽഷമാട്ടെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് സിദ്ധാർത്ഥനെ കൊന്നത്. ആ സഹിഷ്ണുതയില്ലായ്മയാണ് ആളുകളെ കൊന്നൊടുക്കുന്ന. അതുകൊണ്ട് ഈ സഹിഷ്ണുതയോടുകൂടി കേൾക്ക്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാ. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ണെങ്കിൽ 272 MP ഭൂരിപക്ഷം കിട്ടണം. ഈ തെരഞ്ഞെടുപ്പിൽ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്തിനാണ്? അതിനുള്ള കൃത്യമായ ഉത്തരം CPMന്റെ മുതിർന്ന നേതാവ് AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും. കരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയോ എലിപ്പട്ടിയോ ചിഹ്നം വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരും എന്ന് ബാലൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ 272 സീറ്റ് ഭൂരിപക്ഷം കിട്ടുന്ന ആളാണ് അധികാരത്തിൽ വരിക. 60 സീറ്റിൽ മത്സരിക്കുന്ന ആള് 272ലേക്ക് എത്തുന്ന മാന്ത്രിക വിദ്യ എന്താണെന്ന് നമുക്കറിയില്ല. ഒന്ന്. രണ്ട്, ഒരു രാജ്യത്തിന്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാജ്യസഭയല്ല, പാർലമെന്റാണ്. അധികാരത്തിലെത്തുക എന്നതാണ് പ്രധാനം. അധികാരത്തിലെത്തുക എന്നതാണ് പ്രാധാന്യം. അധികാരത്തിലെത്തണമെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടണം. പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയാലേ ആ പാർലമെന്റ് ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിയാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക. പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് രാജ്യസഭയിൽ വരൂ. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ MPയും വിലപ്പെട്ടതാണ്. കോൺഗ്രസിന് ഓരോ MPയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങള് ആലപ്പുഴയിൽ KCയെ മത്സരിപ്പിക്കുന്നു. എനിക്കൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര ഭയപ്പെടുന്നത്? കേരളത്തിലെ ആകെയുള്ള തരി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കിടും. 20 MPമാരും UDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അവസാനത്തെ ആകെയുള്ള തരി കൂടി കിടന്നതുള്ള പ്രയാസമാണ് CPMനുള്ള ഞങ്ങൾക്കറിയാം.